ഗുരുതര വെളിപ്പെടുത്തലുമായി BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. കണ്ണൂരിലെ മുതിർന്ന CPM നേതാവിനെ BJPയിൽ ചേർക്കാനാണ് TG നന്ദകുമാർ താനുമായി സൗഹൃദം സ്ഥാപിച്ചത് എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ. TG നന്ദകുമാറിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയത് ഭൂമി ഇടപാടാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കൂടുതൽ തെളിവുകൾ TG നന്ദകുമാർ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് വിശദീകരണം. ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് അനിൽ ആന്റണി പ്രതികരിച്ചു. ശോഭാ സുരേന്ദ്രന് 10 ലക്ഷം രൂപ നൽകിയതിന്റെ ബാങ്ക് റെസീറ്റ് വിവാദ ദല്ലാൾ TG നന്ദകുമാർ പുറത്തുവിട്ടതിന് മണിക്കൂറുകൾക്കകമാണ് കടുത്ത ആരോപണവുമായി ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തിയത്. രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പൊളിക്കാനും മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഉന്നതനായിട്ടുള്ള നേതാവ് കണ്ണൂർക്കാരനെ BJPയിൽ ചേർക്കാനും ആണ് ദല്ലാൽ നന്ദകുമാർ ഞാനുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചത്. എന്റെ SBI ബാങ്ക് അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ ഞാൻ വാങ്ങിയത് ഈ മനുഷ്യൻ എന്റെ 8 സെന്റ് സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഭൂമി ഇടപാടിനാണ് പണം വാങ്ങിയതെന്നും സ്ഥലം വാങ്ങാത്തതുകൊണ്ടാണ് പണം തിരികെ നൽകാത്തതെന്നുമാണ് ശോഭാ സുരേന്ദ്രന്റെ വിശദീകരണം. CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിനായി വന്ന കോൾ ലെറ്റർ, അനിൽ ആന്റണിക്കെതിരായി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIR, പണം നൽകിയ ദിവസത്തെ ഫോട്ടോ എന്നിവയാണ് ഇന്ന് TG നന്ദകുമാർ പുറത്തുവിട്ടത്. NDA വന്നാലും ഇന്ത്യ സഖ്യം വന്നാലും താൻ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷണ വിധേയമാകുമെന്നും നന്ദകുമാർ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പണം കൊടുത്ത ഞാൻ നിയമത്തിന്റെ മുന്നിൽ തെറ്റുകാരനാണ്, പണം സ്വീകരിച്ച അദ്ദേഹവും തെറ്റുകാരനാണ്. അപ്പൊ രണ്ടുപേർക്കും ഇതിന് ബാധ്യതയുണ്ട്, ഞാനത് പ്രൂവ് ചെയ്യുകയും ചെയ്യും. ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് എന്നും നന്ദകുമാറിനെതിരെ പരാതി നൽകുമെന്നും അനിൽ ആന്റണി. വല്ലവരുടെയും ചിത്രം പുറത്തു വിടുന്നതിന് ഞാൻ എന്ത് ചെയ്യണം? തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് ഇതാണോ നിങ്ങളുടെ ചർച്ചാ വിഷയം? തെരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ഷൻ കമ്മീഷന് ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. മറ്റ് കംപ്ലയിൻറ്റുകൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വളരെ വ്യക്തമായിട്ട് കൊടുക്കും. നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ട. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് ആരോപണങ്ങളെന്ന ആക്ഷേപമുള്ളതിനാൽ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് TG നന്ദകുമാറിന്റെ മുന്നറിയിപ്പ്. 24 ഡൽഹി.